എൻ്റെ പേര് അനന്തു. ഞാൻ ജനിച്ചു വളർന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാർ മാത്രം കാണാൻ പോകുന്ന ഒരു വീഡിയോയിലേക്ക് ഞാൻ ഇങ്ങനൊരു ഇൻട്രോ കൊടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. ബട്ട് ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ പല സ്റ്റേജുകളിലായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് സ്റ്റോറി പറയുന്ന രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് പലപ്പോഴും എനിക്ക് തന്നെ ക്രിഞ്ച് തോന്നിയിട്ട് ഇത്തരം വീഡിയോകളൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ഈ ചെയ്യുന്ന പരിപാടികൾ പ്രോസസ്സ് നിർത്തി വയ്ക്കുക, ഒരു ഗ്യാപ്പ് എടുക്കുക, പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. ആൻഡ് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. സോ എൻ്റെ ഒരു ചെറുപ്പകാലം തൊട്ട് ഞാൻ ആസ് എ പേഴ്സൺ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതാണ്. കല്യാണ വീടുകളിലൊക്കെ പോയി നിന്നാൽ 60 വയസ്സായ ആൾക്കാരോട് പോലും എനിക്ക് അവരുടേതായ രീതിയിലുള്ള ടോപ്പിക്കുകൾ സംസാരിക്കാൻ പറ്റാറുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലെ നോളജ് അല്ലെങ്കിൽ വിവരങ്ങൾ, കാര്യങ്ങൾ എടുക്കുക, അത് ഞാൻ വായിച്ചതിനേക്കാളും മനസ്സിലാക്കിയതിനേക്കാളും 10x എക്സാജറേറ്റ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും എന്നെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യേക ലഹരി ഇരുന്ന സംഭവമായിരുന്നു. ആൻഡ് ഐ ലൈക്ക് ടു ടോക്ക് വിത്ത് പീപ്പിൾ. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, അവർക്ക് അറിയുന്നവർക്കൊക്കെ അറിയാം, ഞാൻ എപ്പോഴും പല കാര്യങ്ങൾ അവരോട് സംസാരിക്കാറുണ്ട്. അത് പൊളിറ്റിക്സ് ആയിരിക്കാം, സിനിമ ആയിരിക്കാം, സ്പോർട്സ് ആയിരിക്കാം, വാട്ടെവർ, എന്തൊരു ടോപ്പിക്കാണെങ്കിലും ഞാൻ വാദോരാതെ സംസാരിക്കുന്ന ഒരാളാണ്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് മേക്ക് മീ അലൈവ്. എപ്പോഴൊക്കെ ഞാൻ ആൾക്കാരോട് സംസാരിക്കാണ്ട് മാറിയിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ ഞാൻ ലൈഫിൽ വളരെ ഡൗൺ ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ലൈക്ക് ടോക്കിംഗ് മേക്സ് മീ ഓൾവേസ് ആക്റ്റീവ്, ഓൾവേസ് അലൈവ് എന്നുള്ളതാണ്. പക്ഷേ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നത് അല്ലെങ്കിൽ റീൽസ് ഇടുന്നത് ഞാൻ പലപ്പോഴും നിർത്താറുള്ളത്, ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്കത് ടോപ്പ് ക്വാളിറ്റി വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ക്യാമറ ആംഗിൾസ് അടിപൊളിയായിരിക്കണം, കളർ ഗ്രേഡിങ് അങ്ങനെ ആയിരിക്കണം, എഡിറ്റിംഗ് ആയിരിക്കണം. ബട്ട് ഇതൊന്നും ചെയ്യാനുള്ള ക്ഷമയോ അല്ലെങ്കിൽ കഴിവോ എനിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നും, ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശമാണ്, വൈ ഷുഡ് ഐ ഡു ലൈക്ക് ദിസ്, നിർത്താമെന്ന് വിചാരിക്കും, ഞാൻ നിർത്തും. പലപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് മടി പിടിച്ചിട്ട് ഞാൻ വിചാരിക്കുന്ന പോലെ ആവുന്നില്ല അത് എഡിറ്റ് ചെയ്തിട്ട് എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ട്. ആൻഡ് മീ ആസ് എ റീഡർ, ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ട് പോലും പലപ്പോഴും ഇതൊരു പ്രോസസ്സാണെന്ന് നമ്മൾ ചെയ്ത് ഇമ്പ്രൂവ് ആവുള്ളൂ എന്നുള്ളതും ഞാൻ മറന്നു പോകാറുണ്ട്. ബട്ട് ഇത്തവണ ഞാൻ വീണ്ടും ഒരു യൂട്യൂബ് ചാനൽ പോലെ, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, വാട്ടെവർ, സ്പോർട്സ്, ആർട്സ്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ, സിനിമ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു ചാനൽ തുടങ്ങാൻ വിചാരിക്കുന്നു. ആൻഡ് ഇതും ഞാൻ ചിലപ്പോൾ മറ്റ് ചാനലുകളൊക്കെ പോലെ തന്നെ പകുതിയിൽ നിർത്തി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ബട്ട് കുറച്ചും കൂടെ എന്താ പറയുക, ജനറൽ ആയിട്ടുള്ള ഇപ്പോൾ ലോകകപ്പ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഫോർമുല 1 ആയിക്കോട്ടെ, ഇനിയിപ്പോൾ സയൻസിൽ എന്തെങ്കിലും കണ്ടുപിടുത്തമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പഴയ മലയാള സിനിമ ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ എൻ്റെ ക്ലോസ് സർക്കിളിലെ ആൾക്കാരുമായിട്ട് എനിക്കൊരു വീഡിയോ രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ വീണ്ടും ഈ ഒരു സംഭവം റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് നോ എത്ര കാലം ഇത് പോകും എന്നുള്ളത്. ബട്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറ്റാവുന്ന രീതിയിലുള്ളൊരു എഫേർട്ട് ഇതിന് ഇത്തവണ എടുക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ വരുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്തായിരിക്കും ടോപ്പിക് എന്ന് അറിയത്തില്ല. ബട്ട് ഞാൻ വായിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കിയ എന്തെങ്കിലും ഒരു കാര്യം ഞാനിങ്ങനെ കൂടുതൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് കാണുന്ന ആൾക്കാർ അവരുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു അക്സെപ്റ്റൻസ് അവരുടെ സൈഡിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അതിൽ കൂടുതൽ എൻ്റെ നോളജും എനിക്ക് കുറച്ചും കൂടെ നല്ല നല്ല കണക്ഷൻസും അതുവഴി ഗ്രോ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനുള്ളതാണ് എൻ്റെ പ്ലാൻ. ആൻഡ് ഐ ഡോണ്ട് നോ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. ബട്ട് ദിസ് ഈസ് എ ട്രൈ ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് വിൽ ബി വിത്ത് മീ. നിങ്ങളുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്രിസിയേഷൻ, നിങ്ങളൊരു ഫീഡ്ബാക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. താങ്ക് യു.